നമ്മൾ കൂളായിരിക്കണം, നമ്മൾ ചൂടായിട്ട്. റോഡിൽ പലതും നിങ്ങൾ കാണും, പക്ഷേ നമ്മൾ ക്ഷമാശീലരായിരിക്കണം. ഓക്കെ, നിസാൻ്റെ ഷോറൂം ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാലേ ആൾക്കാർ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഈ കാർ ഷോറൂമിൽ അവർ കൂടുതലും സെക്കൻഡ് ഹാൻഡ് കാർസ് വിൽക്കാൻ ശ്രമിക്കില്ലേ, പ്രോഫിറ്റ് കൂടുതലായതുകൊണ്ട്. നമ്മൾ മൈൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതൊന്നും കൊടുക്കില്ല. കുറേ ബുക്കിംഗ് ഉണ്ട് എന്നൊക്കെ പറയും. ഞാൻ ഈ ഹൂണ്ടായിലല്ല ഫോർഡിൽ പോയപ്പോൾ സെയിൽസ്മാൻ വന്നിട്ടല്ല, അടുത്ത വർഷത്തേക്ക് ബുക്കിംഗ് ആണെന്ന്. എന്താ ചെയ്യും? എന്തായാലും കമ്പനിക്ക് ആൾക്കാർ വാങ്ങണം, നിർത്തണം ഇങ്ങനെ. അതായത് ഇപ്പോൾ ഞാൻ കൊറോള ടൊയോട്ട പോയി, അപ്പോൾ ഫ്രഷ് കാറിന് $23,000 വില. ഓക്കെ, സെക്കൻഡ് ഹാൻഡ് ഇപ്പം ഇറക്കാന്ന് എത്ര $25,000 ഒരു വർഷം യൂസ് ചെയ്തേ. എന്താണ് ഇവിടെ കിടക്കണ കുറേ സെക്കൻഡ് ആയിരിക്കും. ഫോർഡിലല്ല എന്ന് പോയത്, ഫോർഡ് ഇല്ല, ഫോർഡല്ല എന്നുണ്ട്. ഇനിയും വരാണ്ടും തോണ്ട്. ഇവിടെ ഏകദേശം എല്ലാം ഉണ്ടല്ലേ. ആ പൊപ്പായ്സ്, ഹലാൽ ചിക്കനാണ്. സ്കെച്ചേഴ്സ്, ഇവിടുത്തെ സ്കെച്ചേഴ്സ് ഗൾഫിലത്ര ഒരു കുഷ്യനില്ലാത്ത ടൈപ്പാണ്. ഇതിലൂടെ എടുക്കണ്ട. ഇന്നെന്താ വെക്കുക? ഇന്ന് കബാബ് വെക്കുക. എയർ ഫ്രയറിൽ കബാബ് എടുക്കുക, കൊണ്ട് വെക്കുക. ഞാൻ ചപ്പാത്തി ഉണ്ടാകാൻ മറന്നുപോയി, അതുകൊണ്ട് ഗ്രീൻ പീസ് മാത്രം കൂട്ടിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമ്മൾ കുറച്ച് കഴിച്ചാലും എന്തെങ്കിലും കഴിച്ചാൽ മതി. എന്നുണ്ട് വിശപ്പ് അടങ്ങാൻ, കൂടുതൽ കഴിക്കണമെന്നില്ല. ആ ഒരു ശീലത്തിലേക്ക് എനിക്ക് വരണം അല്ലേ.